ഹലോ, അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ? നല്ല സൂപ്പറായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ അതേത് കാലാവസ്ഥയായിക്കോട്ടെ ഇതേപോലെ മാവ് പൊങ്ങി വരാൻ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അരി, ഉഴുന്ന്, ഉലുവ ഇത് മൂന്നും കൂടെ ഒരുമിച്ചാണ് വെള്ളത്തിലിടാറ് കേട്ടോ. അതായത് ഒരു കപ്പ് അരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പിൽ കുറച്ച് കുറവ് ഉഴുന്ന്, പിന്നെ ഉലുവ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം, കൂടി പോകരുത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാണ് നമ്മളുടെ മെയിൻ സംഭവം. അതായത് ഇത് പാലപ്പത്തിൻ്റെ മിക്സാണ് കേട്ടോ. ഇത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയാൽ ഇങ്ങനെ ടിന്നിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ദോശയൊക്കെ അരക്കുമ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊങ്ങി കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ ആ മാവൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാവ് പൊന്തി വരും. കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട, ഒരു 3/4 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി ഞാൻ ഒന്നും ചെയ്യണില്ല, ഇതേപോലെ തന്നെ മൂടി വെക്കേണ്ട, കൈയിട്ട് ഇളക്കി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും പേടിക്കണ്ട കേട്ടോ. ഇതൊന്ന് നമ്മൾ വാങ്ങിയിട്ട് ഒറ്റ പ്രാവശ്യം വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാം. ഇനി നമ്മൾ ദോശ ചുട്ടെടുക്കുക. നല്ല സൂപ്പർ സോഫ്റ്റ് ദോശ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.